നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്റെ നേരെ ചാടിക്കടിക്കുന്ന എന്തിനാ അച്ഛ? ദയയുടെ മട്ടും ഭാവൊക്കെ നിങ്ങളും കണ്ടതല്ലേ. അവള് നോർമൽ ആണെന്ന് ആർക്കെങ്കിലും ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? അല്ല, അനിതയ്ക്ക് പറയാൻ പറ്റുമോ? അച്ഛന് പറ്റുമോ? ഈ ശബരിക്ക് പറയാൻ പറ്റുമോ? ധനഞ്ജയ, നീ ബാക്കിയുള്ളവരെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കുമ്പോ എന്റെ മകന്റെ മനസ്സാ നോവുന്നത്. അവന്റെ ഭാര്യയ്ക്ക് ഭ്രാന്താന്ന് പറഞ്ഞു വെക്കില്ലേ നീ? അയ്യോ, ഞാൻ പറഞ്ഞത് കൊണ്ടൊന്നും ദയ ഭ്രാന്തി ആവത്തില്ല അച്ഛ. അവളുടെ കയ്യിലെ ഇതുപോലെ കത്തിയും കൊടുവാളും കൊടുക്കുമ്പോഴായിരിക്കും അവള് ചിലപ്പോ ഭ്രാന്ത് കാണിക്കുന്നേ. അത് ഒഴിവാക്കണമെന്നേ ഞാൻ പറഞ്ഞോളൂ. ശബരി, നീ വേഗം അങ്ങോട്ടേക്ക് ചെല്ലേ. ചൂടുള്ള പാലും കൊണ്ട് അവൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയിരിക്കുന്നേ. അതെങ്ങാനും നേരിട്ട് കുഞ്ഞിന് കൊടുത്താലേ. മോനെ, നീ അങ്ങോട്ട് ചെല്ല്. മോളെ, ഇതൊക്കെ എടുത്ത് അടുക്കളയിട്ട് കൊണ്ടുപോകും. വാവേ, എഞ്ചട വാവേ, ഈ പാലൊന്ന് കുടിച്ചേ. പാല് കുടിക്കണ വാവേ. ദേ ദേ അച്ഛൻ വന്നു. ദേ വാവയുടെ അച്ഛൻ. ദേ പാല് കുടിച്ചേ. സത്യന്റെ കല്യാണം കഴിഞ്ഞ് ദയക്ക് എന്റെ ഒപ്പം ഇങ്ങോട്ട് വന്നാ മതിയായിരുന്നു. പാല് കുടിക്കണ. ഞാൻ എത്ര നിർബന്ധിച്ചത് നിന്നെ. നീ അപ്പോ പഞ്ചരത്നത്തിലേക്ക് പോയതാ കുഴപ്പമായത്. എന്ത് കുഴപ്പം? ഞാനേ പഞ്ചരത്നത്തിലേക്ക് പോയതുകൊണ്ട് ശബരീട്ടിന് എന്ത് കുഴപ്പം ഉണ്ടായത്? അല്ല, അവിടെ നിനക്കൊരു സ്വസ്ഥത കിട്ടാത്തതുകൊണ്ടാണല്ലോ സൈക്കാട്രിസ്റ്റിനെ കാണിക്കേണ്ടി വന്നതും കുറച്ചു ദിവസം തണലിൽ കഴിയേണ്ടി വന്നതും. അതെ, അവിടെ സുശീലന് വന്നത് മാത്രമായിരുന്നു എന്റെ സ്വസ്ഥതക്കേട്.